ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പിയാണിത്. പിന്നെ നമുക്ക് എഗ് ബീറ്ററൊന്നും ഇല്ലാണ്ട് എങ്ങനെ മിക്സിയിൽ ആക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു കാരമൽ ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുഖത്തൊക്കെ ഇത് തെറിക്കും. അപ്പോൾ അതൊന്ന് കുറച്ച് ദൂരെ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കി മൊത്തമായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചപ്പം ഈ ഒരു കാരമലൊക്കെ ഇതുപോലെ നല്ല കട്ടിയായിട്ടായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ ഇത് ഫ്ലോപ്പായിന്ന്. അങ്ങനെയൊന്നുമില്ല. ഇത് കുറച്ചും കൂടി ടൈം നമ്മളത് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം മെൽറ്റായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരക്കപ്പ് ചെറുതായി കട്ട് ചെയ്തെടുത്ത ഈത്തപ്പഴമാണ്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, അതും ഒരു അരക്കപ്പ് ഇല്ല, അതിൽ കുറച്ചിട്ടിട്ടോ. പിന്നെ ചെറി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂണ് ഗ്രേറ്റ് ചെയ്തെടുത്ത ഓറഞ്ചിൻ്റെ തൊലിയാണെന്ന് വെച്ചാൽ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ഒരു കാരമലിൽ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. പിന്നെ ഇത് ഒരുപാട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ഈ ഒരു പരുവത്തിലാകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ഇത് തണുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് തിക്കാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തണുത്ത് കഴിഞ്ഞാൽ കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗ്രാമ്പൂവിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സീൻ്റെ ഡ്രൈ ആയ ജാറാണ്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ വാനിലൻ്റെ പൗഡർ അല്ലെങ്കിൽ വാനിലൻ്റെ എസെൻസ് കേട്ടോ. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് ഉപ്പിട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ കാഷ്നട്ടും ബദാമിലും ഇട്ടിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു കാരമൽ ഇതുണ്ടല്ലോ മിക്സ്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കാഷ്നട്ടും ബദാമും നമ്മൾ മൈദപ്പൊടിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കേക്കിന്ന് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇത് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളായ ഒരു മുട്ടേൻ്റെ മിക്സാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് നമ്മളായ ഒരു മുട്ടേൻ്റെ മിക്സ് ഒഴിച്ചത്. അതുകൊണ്ട് ആ ഒരു പതവൊക്കെ പോയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിയിട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട് ഒന്ന് ഗീ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഇളകി കിട്ടും. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ടൈം തന്നെ ഞാനിത് പാന് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവണാണെങ്കിൽ ഓവണിൽ നിങ്ങൾ പ്രീ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഇടയിൽ നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഇതിൻ്റെ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഇതിലെങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ പാന് ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു റിങ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ടീന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു എനിക്ക് തോന്നുന്നു ഇതൊരു 45 ഇത് കുറച്ച് ടൈം എടുക്കും. നട്ട്സൊക്കെ ഇല്ലാണ്ട് ഒരു 1 hour വരെ നമുക്കിത് വേണമെങ്കിൽ ബേക്കിങ്ങിന് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് ടോപ്പെല്ലാം ആണെങ്കിൽ ഇതിൻ്റെ ഹോളൊക്കെ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കുറച്ചൊന്ന് പാകാകുമ്പോൾ ഞാൻ ഇതിലേക്ക് കാഷ്നട്ടും ചെറിയും അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടത്തിനുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് റെഡിയാൻ വേണ്ടിയിട്ട് 1 hourൻ്റെ മേൽപോട്ട് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചധികം ടൈം എടുത്തിന്. അപ്പോൾ ഇത് നമ്മൾ നട്ട്സൊക്കെ ചേർത്ത് എന്തായാലും ഒരു പ്ലം കേക്കിന് നമുക്ക് കുറച്ച് ടൈം അടുപ്പിൽ ചെയ്യുമ്പോൾ വേണ്ടി വരും. ഓവണിലാണെങ്കിൽ ഇത്ര വേണ്ട, എന്നാലും നമുക്ക് കുറച്ച് ടൈം ആയാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു പ്ലം കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്